നമസ്കാരം. ജമ്മു കാശ്മീരിലെ അഖ്നൂർ സെക്ടർ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെ അസാധാരണമായ ഒരു കാഴ്ചയാണ് സുരക്ഷാ സേനയെയും നാട്ടുകാരെയും ഞെട്ടിച്ചത്. ആകാശത്ത് നിന്ന് പറന്നിറങ്ങിയ 2 സാധാരണ ബലൂണുകൾ. എന്നാൽ ആ ബലൂണുകളിൽ കെട്ടിത്തൂക്കിയ സാധനങ്ങൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഒന്ന് അമ്പരന്നു. വെറും കളിപ്പാട്ടങ്ങളല്ല, പകരം പാകിസ്ഥാൻ കറൻസിയും അമേരിക്കൻ ഡോളറും. എന്താണ് ഈ ബലൂണുകളുടെ രഹസ്യം? ഇതിന് പിന്നിൽ അയൽരാജ്യം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അഖ്നൂരിലെ ഒരു ഫോർവേഡ് ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. സുരക്ഷാസേന നടത്തിയ പതിവ് പരിശോധനയ്ക്കിടെയാണ് ഈ 2 ബലൂണുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള 5000 രൂപയുടെ നോട്ടും ഒപ്പം ഒരു അമേരിക്കൻ ഡോളറുമായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ, വെടിയൊച്ചകളില്ലാതെ അതിർത്തി കടന്നെത്തിയ ഈ ബലൂണുകൾ ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പോലീസ് ഉടൻ തന്നെ പ്രദേശം വളയുകയും കറൻസികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്തിനായിരിക്കും പണം ബലൂണിൽ കെട്ടിവിടുന്നത്? സുരക്ഷാ നിരീക്ഷകർ ഇതിനെ പല രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. ഒന്നാമതായി, ഇതൊരു സന്ദേശമാകാം. അതിർത്തിക്കപ്പുറമുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇപ്പുറത്തുള്ള തങ്ങളുടെ ഏജന്റുകൾക്ക് നൽകുന്ന എന്തെങ്കിലും കോഡ് ഭാഷയാകാം ഈ നോട്ടുകൾ. രണ്ടാമതായി, ഇതൊരു തന്ത്രമാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും ലഹരിമരുന്നും കടത്തുന്നത് ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്ന സാഹചര്യത്തിൽ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ ഇത്തരം നിസ്സാരമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അവർ പരീക്ഷിക്കുന്നുണ്ട്. കാറ്റിന്റെ ദിശ നോക്കി കൃത്യമായി ഇന്ത്യൻ മണ്ണിലേക്ക് ഇവ എത്തിക്കാൻ ബലൂണുകൾക്ക് സാധിക്കും. ഇതാദ്യമായല്ല അതിർത്തിയിൽ ബലൂണുകൾ ഭീഷണിയാകുന്നത്. മുൻപും പാകിസ്ഥാൻ സന്ദേശങ്ങൾ എഴുതിയ ബലൂണുകളും പ്രാവുകളും അതിർത്തി കടന്നെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ വിദേശ കറൻസികൾ എത്തിയത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം വികൃതിയല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ആണോ എന്നാണ് ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ അന്വേഷിക്കുന്നത്. അഖ്നൂർ സെക്ടറിൽ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് തുടരുന്നത്. ഗ്രാമവാസികളോട് സംശയാസ്പദമായ എന്ത് കണ്ടാലും ഉടൻ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ ഓരോ ചലനവും സൈന്യം നിരീക്ഷിക്കുന്നുണ്ട്. ആകാശത്തു നിന്ന് വീണ ആ ബലൂണുകൾ വെറും റബ്ബർ കഷ്ണങ്ങളല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പരീക്ഷിക്കാനുള്ള പരീക്ഷണങ്ങളാണെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. കൂടുതൽ അന്വേഷണ റിപ്പോർട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.